രാവിലെ കള്ളനെപ്പിടുത്തമാണേ. ഇത് കണ്ടോ, ഓരോ ഇലയും തുറന്ന് നോക്കണം. ഇത് കണ്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ചൈനീസ് ക്യാബേജിൻ്റെ ഇല കൂടാൻ തുടങ്ങിയേ. അപ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നമ്മൾ കാണുകയില്ല. എത്ര ഇത് ഒന്നാമത് തെന്നൽ ബിളബിളാന്ന് കണ്ടോണേ. ചിലപ്പോൾ ഞാൻ കൈ കൊണ്ടെടുക്കും, കുഴപ്പമില്ല. ചൈനക്കാർ തിന്നുന്നതല്ല, നമുക്ക് പിന്നെ കൈ കൊണ്ടെടുത്താലും വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇത് കണ്ടോ സൂപ്പാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഫുള്ളിപ്പോൾ കിട്ടിയതാണ് അച്ചിലിനെ. നമ്മളേ പച്ചക്കറിക്ക് വിഷമാണ് നമ്മൾ വാതോരാതെ എല്ലാവരും പറയും. ഈ പച്ചക്കറിക്ക് ഈ അച്ചിലൊക്കെ ഇങ്ങനെ കയറുമ്പോൾ പിന്നെ കച്ചവടം ചെയ്യുന്നവർ പിന്നെ എന്നാ ചെയ്യാൻ? അതുകൊണ്ടായിരിക്കും അവർ മരുന്നടിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താൻ പറ്റിയല്ല. കണ്ടോ, ഇത് ഞാൻ അതുപോലെ ഡെയിലി തപ്പിയിട്ടാണ് ഇങ്ങനെയെങ്കിലും ഇല മീതി നിൽക്കുന്നത്. ഓരോ ഇലയും തുറന്ന് നോക്കണം, ഓരോ ഇല. സങ്കടം വരുമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടിരിക്കുന്നു. കണ്ടോ, അച്ചിലും കൊണ്ട് ഒച്ചുണ്ട്. ഇതുണ്ടോ, ഒച്ചിനെ പിന്നെ കൈ കൊണ്ട് എടുക്കാം, നമുക്ക് കുഴപ്പമില്ല, തോടുള്ള സാധനമല്ലേ. ഇത് ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, കയ്യിലിരിപ്പുണ്ടല്ലോ അസാധ്യമാണ്. ഇതിനെ ഇതിൽ തന്നെ ഇട്ട് കൊടുത്തേക്കാം. ഇത് കൊണ്ടോണേ, ഇതുകൊണ്ട് കയറിയിരിക്കണേ. ആ ഇലയ്ക്ക് ഞാൻ കമ്പ് കൊണ്ട് കുത്തുമ്പോൾ ഇലയും ഒട്ട വീണ് പോകും. പിന്നെ ചെയ്യുന്നു, ഉപ്പ് വെള്ളത്തിൽ ഇടുക, വേറെ വഴിയില്ല. ഇതൊക്കെ കൂടി കണ്ടോ ഇരിക്കുന്നു. കണ്ടോ, ഇത് ഇന്നിങ്ങനെ കാണും, നാളെ ആകുമ്പോഴത്തേനും ഇത് വലുതായിട്ടുണ്ടാവും. ഏറ്റവും രുചിയല്ലേ ഇത് തിന്നാൻ വേണ്ടി, നല്ലേ. ഈ പറമ്പിൽ എത്ര ചപ്പുണ്ട് എൻ്റെ അച്ഛൻ, നിനക്കത് പോയി തിന്നുകൂടെ? ഇത് കണ്ടോ, ഇത് നമ്മുടെ വയലറ്റ് ക്യാബേജാണേ. ഇത് കണ്ടോ, ഒരാളെല്ലാം കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നു കൂമ്പലയ്ക്കകത്ത്. ഇത് വഴുതനയാണ്, നോക്ക്. അപ്പം ഇതിനെയും കൂടി നമുക്ക് ഉപ്പുവെള്ളം ആയതുകൊണ്ടേ ചെടിയിലും വീണുകൂടെ. അപ്പം കണ്ടോ, ചൈനക്കാർ കണ്ടോ ഇത് അടിച്ചുകൊണ്ട് പോവും സൂപ്പ്.